കൊച്ചി തൃപ്പൂണിത്തറയ്ക്ക് അടുത്തായിട്ടാണ് ഹിൽ പാലസ് എന്ന രാജകൊട്ടാരം ഉള്ളത്. അപ്പോൾ കൊച്ചി മഹാരാജാവ് താമസിച്ചിരുന്നതായിരുന്നു ഇവിടെ. 1865 നിർമ്മിച്ചിട്ടുള്ള ഈ പാലസ് കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മുകളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് കയറി ഉപ്പാട് പറ്റി ഗൈസ്. അങ്ങനെ ക്ലോക്ക് റൂമിൽ പോയിട്ട് അവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു. ഇനി നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഏതെങ്കിലും ഫിലിമിൽ കണ്ട ഓർമ്മ ഉണ്ടോ? ആ കൊട വെച്ച് മറന്ന സീന് മൺചിത്രത്താഴിലെ ഇപ്പോൾ ഓർമ്മ വന്നു അല്ലേ? ഇതുപോലെയുള്ള മരത്തിൻ്റെ സ്റ്റെപ്പായിരുന്നു കേട്ടോ ആദ്യം കയറാനുണ്ടായിരുന്നത്. ആ സ്റ്റെപ്പ് നമ്മൾ കയറിയിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ ഹാളിൽ നിന്നാണ് പിന്നെ നമ്മൾ ബാക്കി എല്ലായിടത്തേക്കും പോകുന്നത്. 2 വശത്തുകൂടെയുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തേക്കായിട്ട് ചെറിയൊരു പുറത്തൊരു ബാൽക്കണി പോലെ കാണാൻ പറ്റും. ആ ബാൽക്കണിയിൽ വന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു വ്യൂ ആണ് കിട്ടുക. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിതാ രാജകൊട്ടാരത്തിനകത്തേക്ക് കടക്കാൻ പോവാണ്. ഭയങ്കര ആകാംക്ഷയിലാണ് ഞാൻ. ഇതുവരെ ഒരു കൊട്ടാരത്തിൻ്റെ അകത്തും ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും എന്ന് അറിയാനുള്ളൊരു ചെറിയൊരു ഉത്കണ്ഠയും ഒരു ആകാംക്ഷയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ കയറി വരുമ്പോൾ പണ്ടത്തെ രാജസദസ്സാണ്. എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തിയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം. അപ്പം അവിടെ സെൻറ്ററിലായിട്ട് തന്നെ ഒരു രാജാവിന് ഇരിക്കാനുള്ള ഒരു സിംഹാസനം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് മന്ത്രിമാർക്ക് ഇരിക്കാനുള്ളതും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണിത്. അത് ഈ കൊട്ടാരത്തിലായിരുന്നു ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇതിന് ശേഷമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലിഫ്റ്റ് വന്നത്. 1865 നിർമ്മിച്ചിട്ടുള്ള ഈ പാലസ് പിന്നീട് 1890 ആയപ്പോൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ആയിട്ട് ഇത് മാറുകയും ചെയ്തു. പിന്നെ ഒട്ടനവധി സിനിമകൾ കേട്ടോ, മൺചിത്രത്താഴ്, 3-ാം മുറ, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, ചോട്ടാ മുംബൈ, അങ്ങനെ ഒട്ടനേകം മലയാള സിനിമകൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 52 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ കൊട്ടാര സമുച്ചയത്തിൽ 49 കെട്ടിടങ്ങളാണ് ആകെയുള്ളത്. അപ്പോൾ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. കുറേ നേരം അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്ന് കളിച്ച സമയത്ത് മക്കൾ പിന്നെ വന്ന് ചോദിച്ചത്, അമ്മ ഇവിടെ പിന്നെ വേറെ ഒന്നുമില്ലേ കാണാൻ, അങ്ങനെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലം അത് മാത്രമായിട്ടാണ് അവർക്കും തോന്നിയിട്ടുണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തുള്ള ഓരോ ബിൽഡിങ്ങും കാണുമ്പോൾ അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. മരതകം, വജ്രം, മാണിക്യം എന്നിവ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള 1.75 കിലോഗ്രാം ഭാരമുള്ള കൊച്ചി രാജവംശത്തിലെ രാജാക്കന്മാരുടെയൊക്കെ കിരീടം ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മ്യൂസിയത്തിൽ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകുമ്പോൾ അതിനകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തരുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ആയുധ ഗാലറിയും അതുപോലെ ശില്പ ഗാലറിയുമാണ്. ശിലാശില്പങ്ങളൊക്കെ 10-ാം നൂറ്റാണ്ടിൽ ഉള്ളതാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട സമയം തിങ്കളാഴ്ചയൊക്കെ ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാവും. അതുപോലെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പ്രവേശനമുള്ളത്.
ഈ കാണുന്നത് ഇവിടെ വീഴും. അതെ പപ്പു വീഴും. ഈ സ്റ്റെയർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മൺചിത്രത്താഴ് സിനിമയിൽ പപ്പു വീഴുന്നൊരു രംഗമില്ലേ, അത് ഇവിടെയാണ് കേട്ടോ. ഇതുപോലെ നിർത്തിയിട്ട് തൂക്കിക്കൊല്ലും കണ്ടോ. കടുത്ത കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ തൂക്കിലിട്ട് വധിക്കുന്നതിന് വേണാട്ടിൽ ഉപയോഗിച്ചിരുന്ന ലോഹക്കൂടിന്റെ മാതൃക കൂട്ടിലാക്കി തൂക്കിയാർന്ന് കുറ്റവാളികളെ പട്ടിണിയിട്ടു. പക്ഷികളുടെ കുത്തുകൊണ്ടും അല്പാൽപമായി മരിക്കുന്നു. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിട്ടോ. അപ്പോഴേക്കും ഒരുപാട് പേര് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഈ പുറത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ഗാർഡൻ ഉണ്ടല്ലോ, ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുമായിട്ട് ഓരോ ഗാർഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട്. എന്ത് മനോഹരമാണെന്നറിയോ, നമുക്ക് പുറത്തെ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നടന്നത് ഈ കുളക്കടവിലേക്കാണ്. കുളക്കടവിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അതിനകത്ത് കയറിയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? കുളക്കടവിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുള്ളതുകൊണ്ട് പിന്നെ ആ നടത്തം ഞങ്ങൾ മുഴുവനാക്കാതെ തിരിച്ചു നടന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ കയറിയത് ഇതുപോലൊരു റൂമിലേക്കായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് സൂക്ഷിച്ചതെന്ന് വെച്ചാൽ ഈ സിന്ധു നദീതട സംസ്കാരം, അതുപോലെ ഹാരപ്പ സംസ്കാരം, അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ശിലാലിഖിതങ്ങളും, അതുപോലെ കൊടക്കല്ല്, തൊപ്പിക്കല്ല്, ലാറ്ററൈറ്റ് സ്മാരകങ്ങൾ, അങ്ങനെ അതൊക്കെയാണ് അവിടെ സൂക്ഷിച്ചത്. അപ്പോൾ അതൊക്കെ കണ്ടു, അങ്ങനെ നടന്നു. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ അതെന്താ സംഭവം എന്നുള്ളത്. അവർക്കൊക്കെ ഒരു അതിശയമായിരുന്നു ഇങ്ങനെയുള്ള ഓരോ കല്ലിൽ ഓരോ ഇതിൽ കൊത്തി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പം അത് അവർക്ക് അതിശയമായിരുന്നേ. ഇവിടേക്ക് വീഡിയോ എടുക്കാണ്. എത്ര ദൂരം നടന്നിട്ടാണ്. പിന്നെ ഞാൻ ആലോചിച്ചതേ, ഇവരൊക്കെ എത്ര ദൂരം പോയിട്ടാണ് കുളിക്കുന്നത് എന്ന്. പല്ലക്കൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇവരെ എടുത്തു കൊണ്ടുപോകാനും ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതാ ഇനി ഇവിടേക്ക് ചുറ്റിക്കറങ്ങി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. അപ്പം അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.